അപ്പൊ സെഞ്ചിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് വേവ്സിന്റെ ബാക്കി പാർട്ടാണ്. പിന്നെ നമ്മൾ ഇവിടെ പഠിക്കുന്നത് എന്താണ്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ അതുപോലെ തന്നെ റെസൊണൻസ് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം മലയാളം മീഡിയത്തിന് അതെന്താണ്, പ്രണോദിത കമ്പനവും അനുനാദവും എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു മിക്സി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ, ഒരു മിക്സി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ മിക്സി ആണെന്നുണ്ടെങ്കിൽ അരച്ചോണ്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ടേബിളിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു വൈബ്രേഷൻ കേൾക്കാൻ പറ്റുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇനി നമുക്കിനി ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുക്കുന്നു. നമ്മൾ നേരത്തെ ട്യൂണിംഗ് ഫോർക്കിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നമ്മളിവിടെ കണ്ടോ, ഇവിടെ നമ്മൾ പഠിച്ച ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വേണം വരാൻ. നാച്ചുറൽ ഫ്രീക്വൻസിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നേരത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് തന്നെ ഇങ്ങോട്ട് വരണം കേട്ടോ. അപ്പം അതെല്ലാം ഓക്കെ, അപ്പം അതെല്ലാം കണ്ടിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അപ്പൊ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് ട്യൂണിംഗ് ഫോർക്കാണ്. അപ്പൊ ട്യൂണിംഗ് ഫോർക്ക് എടുത്തിട്ടുണ്ട്. ട്യൂണിംഗ് ഫോർക്ക് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെന്ത് ചെയ്യാം, അത് നമ്മളെല്ലാം നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ ട്യൂണിംഗ് ഫോർക്ക് ഒന്ന് കൊട്ടിയിട്ട് എന്ത് ചെയ്യുക, വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ടേബിളിലേക്ക് ഫോഴ്സ്ഡ് ആയിട്ടൊന്ന് കയറ്റി വെക്കണം. ഇതുണ്ട് ഈ ചെക്കങ്ങ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഈ കുട്ടി ചെയ്തേക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഈ എന്ത് ചെയ്യണം, ഈ ട്യൂണിംഗ് ഫോർക്ക് നല്ലപോലെ കൊട്ടിയിട്ട് വൈബ്രേറ്റ് ചെയ്യുമല്ലോ, ആ വൈബ്രേറ്റ് ചെയ്യുക അപ്പൊ തന്നെ എന്ത് ചെയ്യണം, ഈ ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കണം. സമയം കിട്ടിയല്ലോ. ദെൻ ഇനി നമുക്ക് നോക്കിക്കേ, വാട്ട് ഇസ് ദ ചേഞ്ച് ഇൻ ദ സൗണ്ട് ഹൈഡ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എനിക്ക് ഒരു ലൗഡ് ആയിട്ടുള്ള സൗണ്ട് കേൾക്കും. ഓക്കെ, അപ്പൊ അതിന് കാരണം ഇങ്ങോട്ടേക്ക് വെച്ച് കഴിയുമ്പോൾ, ഈ ടേബിളിലേക്ക് കൊണ്ട് വെച്ച് കഴിയുമ്പോൾ ഒരു ലൗഡ് ആയിട്ടുള്ള സൗണ്ട് കേൾക്കും. ഇവിടെ ലൗഡ് ആയിട്ട് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാവും. അതിന് കാരണം എന്താണ്? അതിന് കാരണം ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് എന്ന് പറയാം. അപ്പം ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് ആൻ വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഒരു ടേബിളിൽ അവിടെ വൈബ്രേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന ടേബിളിന് വൈബ്രേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല. ഇവിടെ ഈ ടേബിൾ വൈബ്രേഷൻ ചെയ്യാതെ ചുമ്മിരിക്കുവായിരുന്നു. അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ വൈബ്രേഷൻ ഉള്ള ഒരു സാധനം വെച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഈ ടേബിളിന് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുക അല്ലെ. അപ്പം വൈബ്രേറ്റ് ചെയ്യാത്തൊരു സാധനത്തെ വേറൊരു വൈബ്രേറ്റ് ചെയ്യുന്ന സാധനം വെച്ച് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഫോഴ്സ്ഡ് ആയിട്ട് നമ്മളൊരു ജസ്റ്റ് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നത്, നമ്മളല്ലാതെ വലിയ ശക്തി ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മളവിടെ ഈ ട്യൂണിംഗ് ഫോർക്കിനെ കൊണ്ടുവയ്ക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. സമയം കിട്ടിയല്ലോ. അപ്പൊ അതിന് അവിടെ നമ്മളാണെന്നുണ്ടെങ്കിൽ ടേബിളിനെ അവിടെ ആ വൈബ്രേഷൻ വെച്ച് നമ്മൾ ശരിക്കും ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അവിടെ ഒരു സൗണ്ട് ഉണ്ടാവുന്നത്. അപ്പം ആ ട്യൂണിംഗ് ഫോർക്ക് അവിടെ വെക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവുന്നുണ്ടല്ലോ, അതിന് കാരണം എന്താണ്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് കിട്ടിയല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്ന മേശപ്പുറത്ത് മിക്സി വെച്ച കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പൊ എന്താണ് നമുക്ക് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് നോക്കാം. അപ്പൊ പ്രണോദിത കമ്പനം എന്നാണ് മലയാളം മീഡിയംകാര് പഠിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അപ്പൊ കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ പ്രേരണ മൂലം എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ്. അപ്പം ഇത് കമ്പനം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, ഇത് കമ്പനം ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഈ കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ പ്രേരണ മൂലം ഈ കമ്പനം ചെയ്യാത്തതായിട്ടുള്ള ഈ ടേബിൾ എന്ത് ചെയ്യാണ്, കമ്പനം ചെയ്യുന്നു. അതിനെയാണ് എന്തെന്ന് പറഞ്ഞത്, പ്രണോദിത കമ്പനം അല്ലെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ നിങ്ങള് മലയാളം മീഡിയംകാർ രണ്ടുപേരും പഠിച്ചു വെക്കുന്നത് നല്ലതാണ്, നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഓക്കെ, അടുത്ത കാര്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു ഹാക്സോ ബ്ലേഡ് എടുത്തിട്ടുണ്ട്. അപ്പം ഹാക്സോ ബ്ലേഡ് ആണെന്നുണ്ടെങ്കിൽ ഓർണത്തിന് ഇവിടെ നമുക്ക് എടുക്കാത്ത ഈ ഏക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ 13 കേട്ടോ. അതുകൊണ്ട് ഇത് 17 കേട്ടോ. അപ്പൊ ഈ ടൈപ്പ് രീതിയിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ അറേഞ്ച് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്, ഒരു വുഡൻ ബോക്സിനകത്താണ്, ഒരു വുഡൻ ആയിട്ടുള്ള ബ്ലോക്കിനകത്താണ് വെച്ചേക്കുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടാപ്പ് ചെയ്തു. ഈ ഇതിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിംഗർ വെച്ച് നല്ല ടാപ്പ് ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടാവും. അപ്പൊ സൗണ്ട് ഉണ്ടാവുമ്പോൾ മാത്രമല്ല, ഇതെല്ലാം വൈബ്രേറ്റ് ചെയ്ത് ഇതെല്ലാം കുലുങ്ങും. അപ്പൊ അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ചോദിച്ചാണ്. അപ്പൊ ഇതെല്ലാം വൈബ്രേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. എക്സൈറ്റ് ദ ഹാക്സോ ബ്ലേഡ് എ ബൈ ടാപ്പിംഗ് വിത്ത് യുവർ ഫിംഗർ. വാട്ട് വുഡ് ബി ദ ഒബ്സർവ് എന്ന് വെച്ചിരിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബ്ലേഡും വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, എല്ലാ ബ്ലേഡും ഒരേ രീതിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡിനകത്താണോ? അല്ല. അപ്പം നോ കൊടുക്കുക. ദെൻ വിച്ച് ഓഫ് ദ വൈബ്രേറ്റ് മാക്സിമം ഏതാണ്? എയും സിയും ഇ ആണ്. എ ആണല്ലോ നമ്മളാണെന്നുണ്ടെങ്കിൽ ഫിംഗർ ഉപയോഗിച്ച് നമ്മളാണെന്നുണ്ടെങ്കിൽ ടാപ്പ് ചെയ്തത്. അപ്പൊ സിയും ഇയും ആയിരിക്കും. എന്തായിരിക്കും? സിയും ഇയും ആയിരിക്കും. സിയും അതുപോലെ ഇയും ആയിരിക്കും. ആഫ്റ്റർ ഓൾ ദ ബ്ലേഡ് ഹാവ് സ്റ്റോപ്ഡ് വൈബ്രേറ്റിംഗ് എക്സെപ്റ്റ് ബി ആൻഡ് റെക്കോർഡ്. ഓക്കെ, അപ്പം എന്താണ് പറഞ്ഞേക്കണേ, നമ്മള് ഇതെല്ലാം എന്റെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ബി എന്ന് ജസ്റ്റ് നമ്മൾ എന്ത് ടാപ്പ് ചെയ്തു. ടാപ്പ് ചെയ്യുമ്പോൾ ഏതായിരിക്കും? ഡിയും എഫും ആണ്. അപ്പൊ ഇതിന് കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിയും എഫും ആയിരിക്കും അവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിനകത്ത് എന്ത് ചെയ്ത് വൈബ്രേറ്റ് ചെയ്ത്. ദെൻ വെൻ ബ്ലേഡ് എ vibrate, why would the hacksaw blade C and E
വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. എന്തുകൊണ്ടായിരിക്കും അവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിനകത്ത് വൈബ്രേറ്റ് ചെയ്തത്? അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഈ സാധനം കേട്ടോ. ഇതിന്റെ ആൻസർ സൈൻ ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സി ആൻഡ് ഇ ആർ ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ. ദേ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ അതിന് കാരണം എന്താണ്? നാച്ചുറൽ ഫ്രീക്വൻസി ആണ് സിയുടെയും ഇയുടെയും നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണെന്ന്. കാരണം സിയുടെയും ബിയുടെയും നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആണ് ഏതിനോട്? ഈ എനോട്. ഓക്കെ, ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ. അതുകൊണ്ടാണ് അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിനകത്ത് വൈബ്രേറ്റ് ചെയ്തത്. അപ്പം അതെന്താണെന്ന് ഇവിടെ ഇച്ചിരി കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇത് മോസ്റ്റ്ലി ഇതൊക്കെ ചെയ്താൽ മതി. എക്സാമിനൊക്കെ വരുന്ന ചോദ്യങ്ങൾക്ക് ഇതേപോലുള്ള ചോദ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് വെച്ചാൽ മതി. ഇതൊന്നും ഇത്രയും വലുതായിട്ട് എഴുതണമെന്ന് ആവശ്യമില്ല കേട്ടോ. എന്നാലും പഠിച്ചു വെച്ചോ, ഒന്ന് അറിഞ്ഞു വെച്ചോ, വായിച്ചു നോക്കുക, രണ്ടും കാണാം. Okay, then if the natural frequency of the forced object and that the forced object are equal, forcing object and the forced object are equal. If the natural frequency of the forcing object, force ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെയും അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന്റെയും നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ദ ഒബ്ജക്ട് സൈഡ് ടു ബി എന്താണ്? സൈഡ് ടു ബി റെസൊണൻസ്. അപ്പൊ അങ്ങനെയുള്ളതിനാണ് റെസൊണൻസ് എന്ന് വിളിക്കുന്നത്. Then the object undergo resonance will vibrate with the maximum amplitude. ഇവിടെ നടന്നത് എന്താണ്? ഇവിടെ നടന്ന ഫിനോമിനയുടെ പേര് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ ഈ കാര്യങ്ങളൊന്നും വലിയതായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. റെസൊണൻസ് എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. നമ്മളോട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. ഇവിടെ നമുക്ക് ആക്സോ ബ്ലേഡ് തട്ടിപ്പ് എന്താണ്? എല്ലാ ഇതും കമ്പനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബ്ലേഡും കമ്പനം ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാ ബ്ലേഡും ഒരേ ആകൃതിയിലാണ് കമ്പനം ചെയ്ത് അല്ല. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ രീതിയിൽ മാക്സിമം ആയിട്ടുള്ള രീതി അല്ലെങ്കിൽ കൂടിയ ആകൃതിയിൽ കമ്പനം ചെയ്തത് ഏതൊക്കെയാണ്? സിയും ഇയും ആണ്. ദെൻ അതുപോലെ തന്നെ നമ്മൾ ബി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്താണ് സംഭവിച്ചത്? അല്ലെ, നമ്മൾ എ നിർത്തി കഴിഞ്ഞപ്പോൾ എയുടെ കമ്പനം എല്ലാം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്താണ് സംഭവിച്ചത്? ബി നമ്മൾ വീണ്ടും ടാപ്പ് ചെയ്തു, അല്ലെങ്കിൽ ബീനെ വെച്ച് നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? നമ്മളെ വിരൽ വെച്ച് തട്ടി ഉത്തേജിപ്പിച്ചു. അങ്ങനെ ഉത്തേജിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഡിയും എഫും ഒരേ രീതിയിൽ എന്ത് ചെയ്ത് ഒരേ ലെവലിലായിട്ട് അല്ലെങ്കിൽ ഒരേ ആകൃതിയിനകത്ത് കമ്പനം ചെയ്തു. ഓക്കെ, മാക്സിമം ആണെന്നു അവിടുത്തെ. ദെൻ എയുടെ കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എ എന്ന ഹാക്സോ ബ്ലേഡിനെ കമ്പനം ചെയ്തപ്പോൾ സിയും ഇയും എന്നീ ബ്ലേഡുകൾ കൂടിയ ആകൃതിയിൽ കമ്പനം ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം? അതിന്റെ കാരണത്തിന് ഉത്തരം ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിയും ഇയും എന്നിവയുടെ സ്വാഭാവിക ആവൃത്തി എയുടെ സ്വാഭാവിക ആവൃത്തിക്ക് തുല്യമായതുകൊണ്ടാണ് അവ കൂടിയ ആകൃതിയിൽ കമ്പനം ചെയ്തത്. അപ്പം ഈ സ്വാഭാവിക ആകൃതി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ, അതിന്റെ എന്താ ആപ്ലിക്കേഷൻസ് ആയിട്ടല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അല്ല, സ്വാധീനിക്കുന്ന ഘടകങ്ങള്, ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ ഇവിടെ പഠിച്ചതാണ്. അപ്പം ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. നിങ്ങൾ ഇതുവരെയായിട്ട് ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, ഇതിന്റെ മുമ്പിലത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നേരത്തെ മുമ്പിലത്തെ വീഡിയോ ഉണ്ട്, അത് കണ്ടിട്ട് വേണം ഇത് ഈ ക്ലാസ്സിലേക്ക് വരാൻ കേട്ടോ. അപ്പൊ അത് കിട്ടിയല്ലോ. ഓക്കെ, അത് കിട്ടിയല്ലോ. ഇനി നമുക്ക് നോക്കാം എന്താണ് റെസൊണൻസ് അല്ലെങ്കിൽ അനുനാദം എന്ന് നോക്കാം. ഓക്കെ, പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണം ചെലുത്തുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ ആ വസ്തുവിനെ എന്തെന്ന് പറയാം? അനുനാദത്തിലാണ് എന്ന് പറയാം. ആ വസ്തുക്കൾ അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ എ സി അതുപോലെ തന്നെ ഇ, ഇതെല്ലാം എന്താണ്? അനുനാദത്തിലാണെന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? റെസൊണൻസിലാന്ന് പറയാം. നിങ്ങൾ ഇനിയും കെമിസ്ട്രീനകത്തും വേറെ റെസൊണൻസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഈ രീതിയിലാണ് ഇത് റെസൊണൻസ് ആണ്. അപ്പം സ്ട്രക്ചറാണ്, റെസൊണൻസിന്റെ സ്ട്രക്ചർ വരെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അതോടെ ചെന്ന് കഴിയുമ്പോൾ അതും പഠിക്കും. അതിന്റെ രണ്ടിന്റെ മീനിങ് ഏകദേശം സെയിം ആണ്. ഓക്കെ, പക്ഷെ വ്യത്യാസമുണ്ട്. നിങ്ങൾ രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ വെച്ച് എന്തെങ്കിലും കണക്ട് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ദെൻ അനുനാദത്തിന് വിധേയമാകുന്ന വസ്തു പരമാവധി ആകൃതിയിലാണ് കമ്പനം ചെയ്യുന്നത്. സംഭവം കിട്ടിയല്ലോ. ഇത് രണ്ടും കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കാം. അടുത്ത ഇതിലേക്ക് പോവാം. ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മള്. ആ ബക്കറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 50 സെന്റിമീറ്റർ നീളമുള്ള ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞ ഇവിടെ എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടുത്തെ ഇത് 4 സെന്റിമീറ്ററും ഇവിടുത്തെ എന്താണ് നീളം എത്രയായിരിക്കും? നീളം 50 സെന്റിമീറ്റർ ആയിട്ടുള്ള പൈപ്പാണ് എടുത്തത്. ദെൻ ഇതിന് നമ്മളാണ് മുകളിൽ നമ്മൾ എന്താ കൊടുത്തിട്ടുണ്ട്? 512 ഹെർട്സ് ആയിട്ടുള്ള ഒരു ട്യൂണി ഫോർക്ക് വെച്ച് ഇങ്ങനെ നമ്മൾ കൊട്ടിയിട്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇതിന്റെ മുകളിൽ കൊണ്ടുവയ്ക്കും. ഈ പൈപ്പ് എവിടെ വെക്കണ്ടേ? ഈ പൈപ്പ് നമ്മൾ ഒരു ബക്കറ്റിനകത്ത് പകുതി വെള്ളം നിറച്ചിട്ട് അതിനകത്താണെന്നുണ്ടെങ്കിൽ ആഴത്തിലേക്ക് വെക്കുക. അങ്ങനെ ആഴത്തിൽ കയറ്റി വെച്ചിട്ട് നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? ഈ പൈപ്പിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പൊക്കുകയൊക്കെ ചെയ്യണം. പൊക്കി ഫുള്ള് വെള്ളത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഈ വെള്ളത്തിന്റെ ഇവിടെ തന്നെ ഈ ഇതാണല്ലോ വെള്ളം ഉള്ളത്.
ഈ വെള്ളത്തിന്റെ നമ്മൾ ആദ്യമേ ഇവിടെ കൊണ്ടുവയ്ക്കുക, പൈപ്പ് ഏറ്റവും ലാസ്റ്റ് ഈ പോയിന്റ് ഇവിടെ ആക്കുക, അതായത് ഇങ്ങോട്ട് 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 ഒക്കെ ചെയ്ത് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ അടിയിലേക്ക് വെച്ച് നോക്കിക്കോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഈ പോയിന്റ് ഒക്കെ ആകുമ്പോഴോ ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പൊ നമ്മൾ ഹെഡ്സിനനുസരിച്ച് ഇപ്പൊ നമ്മൾ എടുക്കുന്ന 24 അനുസരിച്ചും പൈപ്പിന്റെ ഒക്കെ പൈപ്പിന്റെ ഫാക്ടേഴ്സിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ഒരു സൗണ്ട് ഉണ്ടാവും, നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാവും. ഓക്കെ, വേരിങ് ദ ലെങ്ത് ഓഫ് ദ എയർ കോളം ഇൻസൈഡ് ദ പൈപ്പ് ബൈ എന്താണ് ഗ്രാജുവലി റേസിംഗ് ദ ബോത്ത് ഓഫ് ദ ട്യൂണിംഗ് ഫോർക്ക് ആൻഡ് ദ പൈപ്പും അതുപോലെ തന്നെ ട്യൂണിംഗ് ഫോർക്കും ഇങ്ങനെ ഉയർത്തി നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടുത്തെ ഇതും ഉയർത്താണ് കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു രീതിയിലെ സൗണ്ട് കിട്ടും, ഒരു നല്ല രീതിയിലെ സൗണ്ട്, ഇച്ചിരി ലൗഡർ ആയിട്ടുള്ള സൗണ്ട് കിട്ടും. അങ്ങനെ സൗണ്ട് കിട്ടും. ഒരു സ്റ്റേജ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോഴായിരിക്കും അവിടെ സൗണ്ട് കിട്ടുന്നത് കേട്ടോ. അപ്പം അതൊക്കെ എന്താണ്, റെസൊണൻസ് ആണ്, അല്ലെങ്കിൽ അതിനൊക്കെ എന്താ പറയുക, റെസൊണൻസിന്റെ മൂലമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള കാര്യമാണ് പഠിക്കുന്നത്. അപ്പൊ ഇതിന് കാരണം എന്താണ്, റീസൺ എന്താണ്, റെസൊണൻസ് ആണ് അല്ലെ, റെസൊണൻസ് ആണ് കേട്ടോ. ഇതിന് അടുത്ത് നോക്കിക്കേ, അവിടെ MRI സ്കാനിങ് ഒക്കെ ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ്, റേഡിയോ ട്യൂണിങ് ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ്, അതുപോലെ തന്നെ ഗിറ്റാർ, വയലിൻ, അതുപോലെ ഹാർമോണിയം, അതൊക്കെ എന്തിന്റെ ഉദാഹരണമാണ്. ഓക്കെ, മൃദംഗം, ഇതൊക്കെ എന്തിന്റെ ഉദാഹരണമാണ്, നമ്മുടെ ഈ റെസൊണൻസിനും ഫോഴ്സ്ഡ് വൈബ്രേഷന്റെയും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ സ്റ്റെതസ്കോപ്പ്, നാഗസ്വരം, മെഗാഫോൺസ്, ഹോൺസ്, അതുപോലെ തന്നെ ട്രംപറ്റ്സ്, ഇതൊക്കെ യൂസ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. ഇവിടെ നമ്മൾ ചെയ്ത കാര്യങ്ങളും അത് തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞു 50 സെന്റിമീറ്റർ നീളമുള്ള പൈപ്പും 4 സെന്റിമീറ്റർ വീതിയുള്ള PVC, ഓക്കെ, 50 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയുമുള്ള PVC പൈപ്പ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ജലത്തിൽ ഇങ്ങനെ നമ്മൾ മുക്കി വെച്ചിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മള് 512 ഹെഡ്സിന്റെ ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ച് അതിനെ ഉത്തേജിപ്പിക്കുക. അതിനെ ഉത്തേജിപ്പിച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ ട്യൂണിംഗ് ഫോർക്കും അതുപോലെ പൈപ്പും ജസ്റ്റ് ഒന്ന് മാറ്റിയൊക്കെ നോക്കുക, അങ്ങനെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പൊക്കുക. അതിനൊപ്പം തന്നെ ട്യൂണിംഗ് ഫോർക്കിന്റെ ജസ്റ്റ് ഒരു അകലമൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പം ഉണ്ടാവും ഒരു സമയം, ഒരു ഘട്ടത്തിൽ എന്തുണ്ടാവും, ഒരു ശബ്ദം ഇച്ചിരി കൂടുതലായിട്ട് ഉച്ചത്തിൽ കേൾക്കുന്നതായിട്ട് തോന്നും. അപ്പം അതെന്തുകൊണ്ടായിരിക്കും, അതിന് കാരണമാണ് അനുനാദം. അതിന് കാരണം എന്താണ്, അനുനാദം. അതിന് കാരണമാണ് അനുനാദം. ഓക്കെ, അതിന്റെ ഈ അനുനാദത്തിന്റെ അതുപോലെ തന്നെ പ്രണോദിത കമ്പനത്തിനെയും പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് MRI സ്കാനിങ്, റേഡിയോ ട്യൂണിങ്, ഗിറ്റാർ, വയലിൻ, വീണ, അതുപോലെ തന്നെ ഹാർമോണിയം, മൃദംഗം, അതുപോലെ തന്നെ സ്റ്റെതസ്കോപ്പ്, അതേപോലെ തന്നെ മെഗാഫോൺ, ഹോൺ, അതേപോലെ തന്നെ ട്രംപറ്റ്സ്, നാഗസ്വരം എന്നിവയൊക്കെ കേട്ടോ. ദെൻ ഇനി അടുത്ത് നോക്കിക്കേ, അടുത്തൊരു ചോദ്യം തന്നിട്ടുണ്ടോ, ആ ചോദ്യം നോക്കിക്കേ. ഇനി ഇവിടെ വന്നാണ് ചോദ്യം നോക്കിക്കേ. ദെൻ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം എന്താണ്, ഒന്ന് വായിച്ചു നോക്കിയേ. ദ ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡുലം, പെൻഡുലത്തിന് ഫ്രീക്വൻസി 1 ഹെർട്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടൈം പീരീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ടൈം പീരീഡ് ഈക്വൽ ടു 1/f എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം നമുക്ക് എന്താണ് 1/1 ഈക്വൽ ടു 1 ഹെർട്സ്, സോറി 1 ഹെർട്സ് അല്ല 1 സെക്കൻഡ്, മാറിപ്പോയി, 1 സെക്കൻഡ്. അത് ഇവിടെ നോക്കി, നമ്മൾ അത് നേരത്തെ ഇവിടെ പഠിച്ചിട്ടുണ്ടല്ലോ, അത് കണ്ടോ, ഇത് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മളിപ്പോ 1/f ചെയ്തിരിക്കണമെന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട് അല്ലെ. അപ്പൊ ഞാനത് കാണിച്ചു തരാം, അത് എങ്ങനെയാണ് കിട്ടിയെന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു, നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്, 1/t എന്നാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഈ ടിന്ന് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോവാ, ഈ എഫിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി, അതുപോലെ തന്നെ എഫിന് നമ്മൾ ടിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി, ആൻഡ് ടി ഈക്വൽ ടു എന്താണ് 1/f എന്ന് കിട്ടി. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ എന്താണ്, എഫിന്റെ നേരത്തെ വാല്യൂ 1 ഹെർട്സ് ആണ്. അപ്പൊ 1/1 ഹെർട്സ് ഈക്വൽ ടു, ഇത് രണ്ടും 1 അല്ല, 1/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ല, 1 സെക്കൻഡ് എന്ന് കിട്ടി, സംഭവം കിട്ടിയോ. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ദെൻ അടുത്ത കാര്യങ്ങൾ ഇവിടെ നമുക്ക് എഴുതി വെച്ചേക്കാം. അപ്പൊ ഇവിടത്തെ കിട്ടിയല്ലോ, ഇവിടത്തെ ആവർത്തി ചോദ്യം ഒന്ന് വായിച്ചു നോക്കി. സിമ്പിൾ പെൻഡുലത്തിന്റെ ആവർത്തി, സിമ്പിൾ പെൻഡുലത്തിന്റെ ആവർത്തി 1 ഹെർട്സ് ആണ്. അതിന്റെ പീരീഡ് എത്രയാണ്, 1 സെക്കൻഡ് ആണ് കേട്ടോ. ദെൻ ഒരു പെൻഡുലത്തിന്റെ ദോലനം പൂർത്തിയാക്കാൻ 0.5 സെക്കൻഡ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആവർത്തി എത്രയാണ്. അപ്പൊ ദോലനം എടുക്കാൻ വേണ്ട ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, ദോലനം അല്ലെങ്കിൽ അവിടെ നമുക്ക് ആവശ്യം വരുന്നത് എന്താണ്, ദോലനം എടുക്കാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, ഓക്സിലേഷന് വേണ്ടി നമ്മൾ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്,
0.5 ആണ് അല്ലെ, 0.5 സെക്കൻഡ് ആണ് ടൈം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ദോളത്തിന് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്, പീരിയഡിറ്റി ടൈം ആണ്. പിന്നെ ചോദിച്ചിരിക്കുന്ന ആവൃത്തി എന്താണ്, ഫ്രീക്വൻസി ആണ്. അപ്പൊ എന്ത് കിട്ടി നമുക്ക്, 1/f = എന്താണ്, ടി നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ടി എന്ന് എഴുതിയിട്ടുണ്ട്, നമ്മൾ തിരിച്ച് എഴുതാറുണ്ടല്ലോ. അപ്പൊ എന്താണ്, 1/t = f എന്ന് എഴുതാറുണ്ടല്ലോ. അങ്ങനെ എഴുതുന്നതനുസരിച്ച് നോക്കിക്കേ, 1/t എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 1/0.5, അതിനർത്ഥം 2 എന്നാണ് ആൻസർ കിട്ടുക. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. 1/1/2 ആണ്. ഈ 2 നമുക്ക് മുകളിലേക്ക് എഴുതാം. അങ്ങനെ 2 എന്ന് കിട്ടും. 2 ഹെഡ്സ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. 2 ഹെഡ്സ്. ഇപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, 2 ഹെഡ്സ്. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു 1/f. 1/f എന്ന് പറയുന്നത് എന്താണ്, ടി ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1/t ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ടി എന്ത് കൊടുത്തു, 0.5 കൊടുത്തു. ഇവിടെ 1/0.5 ചെയ്യുന്നത്, അതിനടുത്ത് 1/1/2 എന്നാണ്. അപ്പൊ എന്ത് കിട്ടും, നമുക്ക് 2 എന്ന് കിട്ടും. 2 ആണ്, 2 ഹെഡ്സ് ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത് എന്താണ്, ട്യൂണി ഫോർക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഈ കൊച്ചു ചെയ്ത പോലെ തന്നെയുള്ള ട്യൂണി ഫോർക്ക് ആണ്. ഇവിടെ തന്നെ ഈ കൊച്ചു ചെയ്തില്ലേ, ആ ട്യൂണി ഫോർക്ക് ആണ് എടുക്കാൻ പറഞ്ഞത്. എന്നിട്ട് അത് 552ന്റെ ട്യൂണി ഫോർക്ക് ആണ്. ആ ട്യൂണി ഫോർക്കിനെ എക്സൈറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ടേബിളിനകത്ത് പ്രസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തുണ്ടാവുന്ന പറഞ്ഞേക്കുന്നത്, വൈബ്രേഷൻ ഉണ്ടാവുമെന്ന് വെച്ചാണ്. യെസ്, അവിടെ ഉണ്ടാകുന്നുണ്ടല്ലോ വൈബ്രേഷൻ. അതിന് കാരണം ഇതാണ്, ഏത് ഫിനോമിനാണ്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. ഇത്തരം കാര്യങ്ങൾ കിട്ടിയല്ലോ. അവിടെ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. അവിടെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ കാരണമാണ്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അത് തന്നെ ഇവിടെ എഴുതിയേക്കാം. അപ്പൊ ഇവിടെ അതിന് കാരണം എന്താണ്, ഇപ്പൊ ഇവിടെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ പ്രനോദിത കമ്പനം അല്ലെ. പ്രനോദിത കമ്പനം മൂലമാണ് അവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഉണ്ട്, കാരണം അത് ടേബിളിൽ നമ്മളത് പറഞ്ഞാണല്ലോ, പറഞ്ഞ കാര്യം തന്നെയാണല്ലോ ഇവിടെ. സംഭവം കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിനകത്ത് ബാക്കി പാട്ട് പഠിക്കാം. ഓക്കെ.